കോഴിക്കോട് താമരശ്ശേരി ചാലക്കരയിൽ മദ്യലഹരിയിൽ ഓടിച്ച മിനി ലോറി പെൺകുട്ടി അടക്കം രണ്ടുപേരെ ഇടിച്ചു തെറുപ്പിച്ചു. മദ്യലഹരിയിലായിരുന്ന മിനി ലോറി ഡ്രൈവർ ബാലുശ്ശേരി സ്വദേശി പ്രശാന്തിനെ നാട്ടുകാർ തടഞ്ഞു നിർത്തി പോലീസിൽ ഏൽപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷഹദ്, ഈ ദൃശ്യങ്ങൾ എത്ര ഭയാനകമാണ്? ഇത് ഈ കുട്ടിയുടെ, ആ വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില എങ്ങനെ? അതാണ് ആദ്യം അറിയേണ്ടത്. വിജയകുമാർ, ആ വിദ്യാർത്ഥി അതായത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ മുഹമ്മദ് റാഫി, അതായത് ഇതിന് സമീപത്ത് തന്നെ ഒരു ബൈക്കിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. മഴ പെയ്തതുകൊണ്ട് ബൈക്കിൽ ഫോണിൽ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. തൊട്ട് പുറകിലായിട്ടാണ് ഈ വിദ്യാർത്ഥി വരുന്നത്. ഇവര് രണ്ടുപേരും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് വേണം പറയാൻ. നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ മാത്രമേ ഇരുവർക്കുമുള്ളൂ എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. ഈ സംഭവം നടക്കുന്നത് താമരശ്ശേരി കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ താമരശ്ശേരിക്ക് സമീപമുള്ള ചാലക്കരയിലാണ് നടക്കുന്നത്. ബാലുശ്ശേരി ഭാഗത്തു നിന്നും അമിത വേഗതയിലാണ്, ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്, അമിത വേഗതയിലാണ് ഈ മിനി ലോറി വരുന്നത്. ഈ വിദ്യാർത്ഥി ട്യൂഷൻ കഴിഞ്ഞ് നടന്നു വരികയായിരുന്നു. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയത്ത് മരത്തിന് താഴെ നിർത്തിയിട്ട ബൈക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ യാത്രികൻ. അതിനിടയിലേക്കാണ് ഇത്തരത്തിൽ ഈ മിനി ലോറി ഇടിച്ചു കയറി വന്നിട്ടുണ്ടായിരുന്നത്. ഇയാൾ ലഹരിയിലായിരുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ നാട്ടുകാർ ഇടപെട്ടാണ് ഈ ലോറി ഡ്രൈവറെ പോലീസിന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ CCTV ദൃശ്യം അത് ഭയപ്പെടുത്തുന്നതാണ്. പക്ഷേ തലനാരിഴയ്ക്ക് ഈ രണ്ടുപേരും രക്ഷപ്പെട്ടു. വിജയകുമാർ, ഷഹദ്, ഒറ്റ കാര്യം കൂടി. അതായത് ഷഹദ്, ഇതുവരെ കിട്ടുന്ന വിവരം അനുസരിച്ച് ആ രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമല്ല, അവർക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് അല്ലേ? ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മൾ അങ്ങനൊന്നുമല്ല ഭയപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒന്ന് ആശ്വസിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ആ രണ്ടുപേർക്കും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? തീർച്ചയായും. കാരണം രണ്ടുപേർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തച്ചമ്പൊയിൽ ആവേലം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റാഫി, അതുപോലെ തന്നെ ചാലക്കര സ്വദേശിനി റിസ ഖദീജ എന്നീ രണ്ടുപേർക്കാണ് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചു. പിന്നീട് റിസ ഖദീജയെ വിദഗ്ധ പരിശോധനയ്ക്കായിട്ട് ഓമശ്ശേരി ശാന്തി ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഭീതിപ്പെടുത്തുന്ന തരത്തിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഗുരുതരമല്ല എന്നുള്ളൊരു കാര്യം, അതായത് പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലില്ല. വളരെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ചെറിയ ആശ്വാസമുണ്ട് ഷഹദിൻ്റെ റിപ്പോർട്ട് കാണുമ്പോൾ. ആ വാഹനം വന്ന വരവും അതിൻ്റെ വേഗവും അതാ രണ്ടുപേരെ ഇടിക്കുന്നതും കണ്ടാൽ എത്ര ഗുരുതരമായ ഒരു സാഹചര്യമാണ് എന്ന് നമ്മൾ തോന്നും. അത് ഏതായാലും അവർക്ക് നമ്മൾ ഭയപ്പെട്ടതുപോലെ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നറിയുന്നതിൻ്റെ ഒരു ആശ്വാസം കൂടിയുണ്ട്. എന്തായാലും ഈ വാഹനം ഓടിച്ച, ഈ മിനി ലോറി ഓടിച്ച ബാലുശ്ശേരി സ്വദേശി എന്ന് പറയുന്ന ഒരു പ്രശാന്താണ്. അയാളെ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും കിട്ടിയിട്ടുണ്ട്. മദ്യലഹരിയിലായിരുന്നു അയാൾ ഈ വാഹനം ഓടിച്ചതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളും തെളിവുകളും ഒക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.